ഹേ ദർ. സോ ഫസ്റ്റിന് ഞാനൊരു കാര്യം പറയാം. എൻ്റെ കൈ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഞാനൊരു മെഹന്തി ഇട്ടതാണ്. അതിൻ്റെ കളറ് പോണ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. സോ കൈയൊക്കെ കൂടി ഒരു ചൊറി പിടിച്ച പോലെ ഉണ്ട്. സോ എക്സ്ക്യൂസ് ദാറ്റ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് അതല്ല. ഈ മാല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇത് നമ്മൾ പണ്ട് കാർട്ടൂണൊക്കെ കാണുന്ന ടൈമിൽ, ഞാൻ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതിൻ്റെ ഇടയിൽ ആഡ് വരുമല്ലോ. അപ്പോൾ പിയേഴ്സിൻ്റെ ഒരു ആഡ് വരുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ബ്ലൂ കളർ സോപ്പുണ്ട് പിയേഴ്സിൻ്റെ. അത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഈ മാല ഫ്രീ കിട്ടുന്നു, അങ്ങനെ എന്തോ ഒരു ആഡാണത്. പക്ഷേ ആ ആഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാൻ തോന്നും. അതാണല്ലോ ആഡിൻ്റെ പ്രത്യേകത. അങ്ങനെ ഈ ആഡുകൾ കൊണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഫ്ലോപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാര്യം മാത്രം വീട്ടിൽ പറഞ്ഞിട്ടില്ല. കാരണം ഇതിന് മുന്നേ ജാമ് വാങ്ങിക്കണേ, പിന്നെ ന്യൂട്ടലൻ്റെ പോലത്തെ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ, ചിലതൊന്നും എനിക്ക് പറ്റില്ല. ഫുള്ള് അവിടെ വേസ്റ്റായി കിടക്കുക. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടുകാർക്ക് നല്ല ധാരണയാണ്, ഞാനൊരു സാധനം ആഡ് കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോപ്പാവും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അവർക്ക്. അതിനെക്കൊണ്ട് ഞാൻ മുൻകൂട്ടി അത് മനസ്സിലാക്കി, ഞാൻ പറഞ്ഞില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ ഒട്ടും വിചാരിക്കാതെ എൻ്റെ വീട്ടിൽ സോപ്പ് വാങ്ങിയപ്പോൾ പിയേഴ്സിൻ്റെ സോപ്പ് വാങ്ങി. സാധാരണ പിയേഴ്സ് വാങ്ങാറില്ല. എന്തോ എൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ വിചാരിക്കണു. അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഈ മാല എനിക്ക് കിട്ടി ഗായ്സ്. അന്നുണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും. എന്നിട്ട് ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ മാല ഇട്ടിട്ട് ഞാൻ കുറേ പ്രാവശ്യം പുറത്ത് പോയിട്ടൊക്കെ ഉണ്ട്. അതെനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു ഓക്വേർഡ്നെസ്സൊക്കെ ഉണ്ട്. എന്നാലും അന്ന് ഭയങ്കര ഒരു ലോട്ടറി അടിച്ച ഫീലായിരുന്നു. സോ ഈ മാല കണ്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ മാലയ്ക്ക് വേണ്ടി മാത്രം പിയേഴ്സ് സോപ്പ് വാങ്ങിയവരും, പിന്നെ ഈ മാല എന്നെപ്പോലെ അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയവരും ഒക്കെ കമൻറ്റ് ചെയ്യുക. സോ നമുക്കറിയാലോ എത്ര ആൾക്കാർക്ക് ഈ നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ട് എന്ന്. സോ ബൈ ബൈ.